Hi children, welcome back to Social Studies class. We are studying lesson 4, what books and burials tell us. പഴയ കാലത്ത് രചിച്ചതെന്ന് കരുതപ്പെടുന്ന വേദങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് വി ആർ സ്റ്റഡിങ് അബൌട്ട് ഋഗ്വേദ അല്ലേ. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്, ഹോഴ്സസ്, ആനിമൽസ്, അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് ആളുകളെ പല വിഭാഗങ്ങളായിട്ട് ആളുകൾ എങ്ങനെയാണെന്ന് തിരിച്ചിരുന്നത്. അപ്പോൾ അതിനുള്ള പ്ലേസസ് അതുപോലെ തന്നെ ഋഗ്വേദ ഈസ് മെയിൻലി മോസ്റ്റ് ഓഫ് ദ ഡയലോഗ്സ് അല്ലേ. അതൊക്കെ വായിക്കുമ്പോഴും പല കാര്യങ്ങളും നമുക്ക് we can understand about the old, our past അല്ലേ, പഴയ കാലങ്ങളെ കുറിച്ച് അറിയാൻ പറ്റും. Now the books which were written, that is the oldest one, Vedas, we have already studied. അപ്പോൾ നമ്മൾ വേദങ്ങളെ കുറിച്ച് ഋഗ്വേദത്തെ കുറിച്ച് കുറച്ചൊക്കെ പഠിച്ചു. Then next is we are going to see about how the burial sites, അതായത് നിങ്ങൾക്കറിയാം അല്ലേ, ഡെഡ് ബോഡീസ് ഒക്കെ മറവ് ചെയ്യുന്ന സ്ഥലത്തിലാണ് നമ്മൾ പറയുന്നത് ബെറിയൽ സൈറ്റ്. അനദർ വേർഡ് വി ക്യാൻ സേ ശ്മശാനങ്ങൾ. അപ്പോൾ അതെന്താണ്, അതൊക്കെ ഏതൊക്കെ രീതിയിലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ദ ഹെഡിങ് സൈലന്റ് സെന്റിനൽസ്, ദ സ്റ്റോറി ഓഫ് ദ മെഗാലിത്ത്. അപ്പോൾ സൈലന്റ് സെന്റിനൽസ് അല്ലേ. സെന്റിനൽസ് എന്ന് പറഞ്ഞാൽ സെന്റിനൽസ്, ഈ സെന്റിനൽസ് എന്നുള്ളതിന്റെ മീനിങ് കാവൽക്കാരൻ അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾ, കാവൽ നിൽക്കുന്ന ആൾ എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. സെന്റിനൽസ്, SENTINELS. ഇവിടെ സൈലന്റ് സെന്റിനൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ദിസ് മെഗാലിത്ത്, MEGALITHS. ഈ മെഗാലിത്ത് MEGALITHS മെഗാലിത്ത്സ്. ഈ മെഗാലിത്ത്സ് എന്ന് പറഞ്ഞാൽ സാധാരണ വലിയൊരു സ്റ്റോൺ, അതിനാണ് നമ്മൾ സ്റ്റോൺ ബോൾഡർ അഥവാ ബിഗ് സ്റ്റോൺസ് ആണ് മെഗാലിത്ത്സ്. അപ്പോൾ ഈ മെഗാലിത്ത്സ്, ദിസ് ബിഗ് സ്റ്റോൺസ്, പീപ്പിൾ വെർ യൂസ്ഡ് ടു ഷോ ദ ബെറിയൽ സൈറ്റ്. അതായത് ദീസ് വെർ കെയർഫുള്ളി അറേഞ്ച്ഡ്. അപ്പോൾ ഈ മെഗാലിത്ത്സ് ആർ ബിഗ് സ്റ്റോൺസ് ആൻഡ് ദീസ് വെർ യൂസ്ഡ് ആൻഡ് they were carefully arranged by the people in old times. പഴയ കാലങ്ങളിൽ വലിയൊരു സ്റ്റോൺ അവർ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് ഇറ്റ് വാസ് യൂസ്ഡ് ടു മാർക്ക് ബെറിയൽ സൈറ്റ്സ്, BURIA, ബെറിയൽ സൈറ്റുകൾ. അതായത് ശ്മശാനങ്ങളിൽ ആ ഇൻഡിക്കേറ്റ് നമ്മളിപ്പോൾ പറയാറുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം സിമിത്തേരികളിലൊക്കെ പോയി കഴിഞ്ഞാൽ സിമിത്തേരികളിലൊക്കെ നിങ്ങൾക്കറിയാം ഓരോ കുഴിമാടങ്ങൾ ഓരോ അടയാളങ്ങൾ വെച്ചിട്ടുണ്ട് അല്ലേ എന്ന് പറയുന്നത് പോലെ megaliths are big stones. They were used, they were carefully arranged big stones and it was used to mark the burial site. അപ്പോൾ ശ്മശാനങ്ങൾ ഓരോരുത്തരെയും കുഴിമാടങ്ങൾ ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന വലിയ സ്റ്റോൺസ് ആണ് നമ്മൾ മെഗാലിത്ത്സ്. ആൻഡ് സീ ദ പ്രാക്ടീസ് ഓഫ് ഇറക്റ്റിംഗ്, അതായത് ഇതിങ്ങനെ ഈ വലിയ കല്ലുകൾ ഉപയോഗിച്ച് ശ്മശാനങ്ങൾ അത് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഒരു 3000 years back ആണ്. They were started using the big stones or megaliths to mark the burial sites. It was started 3000 years ago, and it was begun in 3000 years ago. 3000 years ago. For 3000 years മുമ്പാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. And after when it was begun, it was quite common in prevalent എന്ന് പറഞ്ഞാൽ അത് കോമൺ ആയിരുന്നു, സാധാരണയായി എവിടെ, സൗത്ത് ഇന്ത്യ, നോർത്ത് ഈസ്റ്റ് ആൻഡ് കാശ്മീർ, അപ്പോൾ പല ഭാഗങ്ങളിലും ആളുകൾ ഇങ്ങനെയുള്ള ബിഗ് സ്റ്റോൺസ് they were used or megaliths they were used to mark the burial sites. ഇനി the burial site അവർ പല രീതിയിലാണ് അറേഞ്ച് ചെയ്തിരുന്നത്. some important megalithic sites you can see in map 2 in page number 13. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പേജ് നമ്പർ 13ൽ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. you can take page number 13, page number 13. See this one, that Brahmagiri is here. See Brahmagiri, this is the map. Brahmagiri, this is the map. And see children, these are burial sites in Brahmagiri. You can see important megalithic sites നിങ്ങൾക്ക് കാണാൻ പറ്റും മാപ്പിൽ. And some megaliths they can be seen on the surface. അതായത് മുകളിൽ കാണത്തക്ക രീതിയിലായിരിക്കും ചില ബിഗ് സ്റ്റോൺസ് അവർ വെച്ചിരുന്നത്. and some of them are buried under the ground. ചിലത് മണ്ണിലടിയിലാകുന്നത് കൊണ്ട് കാണാൻ സാധിക്കുമായിരുന്നില്ല. and see children, now do you know how do we do this
ക്രീമിയൽ സെറിമണീസ് അല്ലെങ്കിൽ നമ്മൾ ശവമടക്കുന്നതൊക്കെ എങ്ങനെയാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പോൾ നമ്മൾ സാധാരണ ശവപ്പെട്ടിയൊക്കെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഒരു ശവപ്പെട്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടായി. അതിനകത്ത് ഡെഡ് ബോഡി നല്ല കെയർഫുള്ളി അറേഞ്ച് ചെയ്ത് നമ്മൾ അത് വയ്ക്കും. പിന്നെ അതിനൊരു കവറിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഹിന്ദുസിനും അറിയാം, നമ്മൾ പ്രത്യേകിച്ച് ഇതെല്ലാം ഒരുക്കി ആണ് നമ്മൾ കുഴിയെടുത്ത് അതിനകത്ത് വെച്ചിട്ട് ദഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പലരും പല മത ആചാരപ്രകാരം നമ്മൾ പല രീതിയിലാണ് ചെയ്യുന്നത്. സോ ഇൻ ഓൾഡ് ടൈംസ് they were also done this type of burial sites when archaeologists got so many evidences that indicate. അപ്പോൾ ഇങ്ങനെ കിട്ടിയ ഈ തെളിവുകളൊക്കെ കാണിക്കുന്നത് all these burials have common features. അപ്പോൾ ഇങ്ങനെയുള്ള ശ്മശാനങ്ങളിൽ ശവങ്ങളൊക്കെ അടുക്കിയിരുന്നത് എല്ലാത്തിനും ഒരു പ്രത്യേകതകൾ വെച്ചാൽ എല്ലാം ഒരേ രീതിയിലാണ് ആളുകൾ ചെയ്തത്. അതിനൊക്കെ ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. എല്ലാത്തിനും കോമൺ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പൊതുവായിട്ടുള്ള ചില പ്രത്യേകതകൾ. Generally, the dead were buried with distinctive pots. അപ്പോൾ പോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, വലിയ കലങ്ങൾ അല്ലെങ്കിൽ കുടങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കുടങ്ങൾ അല്ലെങ്കിൽ കലങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. പോട്ട്സ്, അതിനകത്താണ് ഡെഡ് ബോഡി കിടത്തിയിരുന്നത്. ആൻഡ് വിച്ച് ആർ കോൾഡ് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ. അപ്പോൾ ഇങ്ങനെയുള്ള പോട്ട്സിനെ അവർ വിളിച്ചിരുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ. ഇൻ ദാറ്റ് the dead bodies were kept. And also found the tools, weapons of iron, and sometimes skeletons of horse equipments and ornaments of stone and gold. അപ്പോൾ ഇങ്ങനെയുള്ള എവിഡൻസസ്. അപ്പോൾ what all things they were kept with the dead body? What are the common features? എന്തൊക്കെയായിരുന്നു പൊതുവായിട്ടുള്ള സവിശേഷതകൾ? The dead bodies were kept in pots, and that pots they will say black and red ware. Black and red ware എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. Black and red ware, WAR. Okay, black and red ware. And red bodies were kept in big pots, and they were known as black and red ware. And sometimes not only the dead bodies, sometimes the evidence is shown that they also found tools and weapons, ടൂൾസ്, ആയുധങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ പലതും ഇതിൻ്റെ ബോഡിയോടൊപ്പം കണ്ടെത്തിയിട്ടുണ്ട്. ആൻഡ് ഓർണമെന്റ്സ് ഓഫ് ഗോൾഡ് ആൻഡ് സ്റ്റോൺ ആൻഡ് ഗോൾഡ്. അപ്പം ഇങ്ങനെയുള്ള ധാരാളം സാധനങ്ങൾ ഡെഡ് ബോഡീസിൻ്റെ കൂടെ അവർ അടക്കം ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പഴയ കാലത്ത് ഡെഡ് ബോഡീസ് ഒക്കെ മറവ് ചെയ്തിരുന്നത്. ഓക്കെ, സോ അപ്പോൾ മെഗലിത്സ്, what are they? Megaliths are big stones. They are carefully arranged big stones to mark the burial sites. ശ്മശാനങ്ങളിൽ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ ആ ശ്മശാനങ്ങളുടെ അടയാളമായിട്ട് വലിയ സ്റ്റോണുകളാണ് വെച്ചിരുന്നത്. ആൻഡ് ഇൻ പേജ് നമ്പർ 40 you can see one picture that is here. See here, this type of stone boulders, അതായത് ഒരു ബിഗ് സ്റ്റോൺ പിന്നെ അതിൻ്റെ ചുറ്റിനും സ്റ്റോണുകളുണ്ട്. സ്റ്റോൺ ബോൾഡേഴ്സ് ഇങ്ങനെയുള്ളത് നമ്മൾ പറയുന്നത് സിസ്റ്റ് എന്നാണ് പറയുന്നത്. This type of megaliths are known as cyst. And see this type of അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ മിസ് കാണിച്ച രീതിയിലുള്ള ഇങ്ങനെ ഒരു സ്റ്റോൺ പിന്നെ അതിൻ്റെ ബോൾഡേഴ്സ് പോലെ സ്റ്റോൺ ബോൾഡേഴ്സ് എന്ന് പറയും. ഇങ്ങനെയുള്ളതൊക്കെ സിസ്റ്റ് എന്ന് വിളിച്ചിരുന്നു. ആൻഡ് സം സിസ്റ്റ് ലൈക്ക് ദ വൺ ഷോൺ ഹിയർ ഹാവ് പോർട്ട് ഹോൾസ്. പോർട്ട് ഹോൾസ് എന്ന് പറഞ്ഞാൽ ഹോൾസ് എന്നുള്ളതാണ് മീനിങ്, അതായത് സുഷിരങ്ങൾ അല്ലെങ്കിൽ അത് ഈ ഒരെണ്ണം ഡെഡ് ബോഡി ഇപ്പം മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ അതിന് ഹോൾസ് ഉണ്ടാവും. അപ്പോൾ അറിയാൻ പറ്റും അവിടെ മറവ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള സിസ്റ്റം എന്ന് വിളിച്ചിരുന്ന ഇത്തരം ടൈപ്പിലുള്ളത് അവർ പോർട്ട് ഹോൾസ് ആയിട്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്നു. അപ്പം ഈ പോർട്ട് ഹോൾസ് എൻട്രൻസ്, അതായത് വെക്കുന്ന, അപ്പം ആ എൻട്രൻസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നതിന് അകത്തേക്ക് മാറിയായിരിക്കും ഡെഡ് ബോഡികൾ മറവ് ചെയ്യുക. ഓക്കെ, ആൻഡ് ചിൽഡ്രൻ, archaeologists think that objects found with a skeleton probably belong to the dead person. അപ്പോൾ ഈ മരിച്ച വ്യക്തി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും ഒക്കെ ഈ അത് മറവ് ചെയ്യുന്ന സമയത്ത് they were kept with the dead body. And sometimes more things were found from some sites. And sometimes more objects are found. One grave and the grave, GRAVE എന്ന് പറഞ്ഞാൽ എന്താ, ഈ ബെറിയൽ സൈറ്റ് അല്ലെങ്കിൽ നമ്മൾ പറയും കുഴിമാടങ്ങൾ എന്ന് പറയും ഗ്രേവ്. അതിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒരുപാട് സാധനങ്ങൾ ചിലതിൽ നിന്ന് കിട്ടാറുണ്ട്. സോ ഇറ്റ് ഷോസ് ദാറ്റ് there were some social differences അല്ലേ. ഇപ്പോൾ നമ്മൾക്കറിയാം, ഇപ്പോൾ ദ വെൽത്തി പേഴ്സൺസ് അല്ലേ, അവർ ചിലപ്പോൾ അവരുടേതായ സ്റ്റാറ്റസിലും ഇതിലൊക്കെ ആയിരിക്കും മറവ് ചെയ്യുക അല്ലെങ്കിൽ ആ ബെറിയൽ സൈറ്റുകൾ ശവമടക്കം കാര്യങ്ങളൊക്കെ നടത്തുക.
ചിലപ്പോൾ അത്രയും സോഷ്യൽ ഇതായിട്ടുള്ള വെൽ നോൺ പേഴ്സൺസ് അതൊക്കെ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുക അല്ലേ. അപ്പം അങ്ങനെയുള്ള ഡിഫറൻസ് ഡിഫറൻസസ് വെയർ ദേ ആർ ഇൻ ഓൾഡ് ടൈം ഓൾസോ. പഴയ കാലത്ത് ഇങ്ങനെയുള്ള ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. കാരണം ഫ്രം വൺ പ്ലേസ് നെയിം ആസ് ബ്രഹ്മഗിരി എന്ന് പറയുന്നത് അതൊരു മൗണ്ടൻ റേഞ്ച് ആണ്. ബ്രഹ്മഗിരി യു ക്യാൻ സി ഓൺ മാപ്പ് 2 page 13. ബ്രഹ്മഗിരി മിസ് കാണിച്ചു തന്നു. അപ്പോൾ അവിടെ ബ്രഹ്മഗിരി എന്ന് പറയുന്ന ആ സ്പോട്ടിൽ നിന്ന് കിട്ടിയ ബെറിയൽ സൈറ്റ്, ഇറ്റ് വാസ് ബെറിഡ് വിത്ത് 33 gold beads, 2 stone beads, 4 copper bangles and 1 conch shell. ഇത്രയും സാധനങ്ങൾ അതിൽ നിന്ന് കണ്ടെടുത്തു. അപ്പോൾ ഇത് കാണിക്കുന്നത് സോഷ്യൽ സ്റ്റാറ്റസ്, അതായത് ആളുകളുടെ വെൽത്ത് അല്ലെങ്കിൽ അവരുടെ ആ പദവി അനുസരിച്ച് ഡെഡ് ബോഡീസ് മറവ് ചെയ്യുന്ന സമയത്തും ആ ഒരു ഡിഫറൻസ് നമ്മൾ അവർ കീപ്പ് ചെയ്തിരുന്നു. ഇപ്പം നമുക്കറിയാം, ഇപ്പം വെരി റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പാവപ്പെട്ടവർ, ഇപ്പം പലരും പല വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സോഷ്യൽ ഡിഫറൻസ് വെയർ ദേ ആർ ഇൻ ദാറ്റ് ടൈം ഓൾസോ. ബ്രഹ്മഗിരി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മൗണ്ടൻ റേഞ്ച് ഇൻ ബിറ്റ്വീൻ കർണാടക ആൻഡ് കേരള. അപ്പോൾ ബ്രഹ്മഗിരി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മൗണ്ടൻ റേഞ്ച് ഇൻ ദ വെസ്റ്റേൺ ഗാർഡ്സ് ഇൻ സൗത്ത് ഇന്ത്യ ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബോർഡേഴ്സ് ഓഫ് കേരള ആൻഡ് it is situated between the border between Kudag district in Karnataka and Wayanad district in Kerala. അപ്പോൾ കുടകിനും കർണാടകയിലെ കുടകിനും അതായത് കേരളത്തിലെ വയനാടിനും ഇടയ്ക്കായിട്ടാണ് ഈ ബ്രഹ്മഗിരി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടൂറിസ്റ്റ് സ്പോട്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയുള്ള സ്കെലിറ്റൺസ് ഒക്കെ കാണിക്കുന്നത് ആളുകൾ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ചും ഡെഡ് ബോഡീസ് കാണിക്കുന്നത്. അപ്പം സോഷ്യലായിട്ട് കുറച്ച് മുന്നിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസിനനുസരിച്ചാണ് അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും ഒക്കെ ഡെഡ് ബോഡിയോടൊപ്പം അവർ മറവ് ചെയ്തിരുന്നു. ഓക്കെ, സോ ചിൽഡ്രൻ, വാട്ട് ഡു വി ഹാവ് സ്റ്റഡീഡ്? വി വെർ സ്റ്റഡിങ് അബൌട്ട് ദ ബെറിയൽ സൈറ്റ്സ്, അല്ലെങ്കിൽ ശ്മശാനങ്ങൾ അല്ലെങ്കിൽ ശവമടക്കുന്ന രീതികളിൽ വ്യത്യാസമുണ്ട് പഴയ കാലങ്ങളിൽ. ആൻഡ് പീപ്പിൾ യൂസ്ഡ് എ ബിഗ് സ്റ്റോൺ നെയിംഡ് മെഗലിത്സ് ടു ഷോ ദ ബെറിയൽ സൈറ്റ്. അല്ലേ, ശ്മശാനങ്ങൾക്ക് അടയാളങ്ങളായിട്ട് ഇങ്ങനെയുള്ള വലിയ സ്റ്റോൺസ് അവർ കെയർഫുള്ളി അറേഞ്ച് ചെയ്ത് ഉപയോഗിച്ചിരുന്നു. ആൻഡ് സംടൈംസ് ദിസ് സ്റ്റോൺ വാസ് we can see on the outer surface, അല്ലെങ്കിൽ പുറമേ കാണാം, ചിലത് മണ്ണിനടിയിലായി പോകുന്നുണ്ട്. And see, it was began about 3000 years ago. ഒരു 3000 വർഷങ്ങൾക്ക് മുമ്പാണ് പീപ്പിൾ ഇങ്ങനെയുള്ള ആചാര രീതികൾ അല്ലെങ്കിൽ ഇതൊക്കെ ആളുകൾ ഉപയോഗിച്ചിരുന്നത്. ആൻഡ് ഡെഡ് ബോഡീസ് സംടൈംസ് one stone, big stone was used. ചില സമയങ്ങളിൽ ഒന്നിലധികം കല്ലുകൾ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ മെഗലിത്സ്, അതായത് ഇത് ഉയർന്നു നിൽക്കത്തക്ക രീതിയിലാണ് ചില ബെറിയൽ സൈറ്റുകൾ, ചിലതിൽ നമുക്ക് കാണാൻ പറ്റില്ല, അണ്ടർഗ്രൗണ്ട് ആയിരിക്കും, ചിലപ്പോൾ മണ്ണിനടിയിൽ നിന്നാണ് ഇത് കിട്ടുക. ആൻഡ് ഡെഡ് ബോഡീസ് ആൻഡ് ദീസ് ഓൾ ഡെഡ് ബോഡീസ് അല്ലെങ്കിൽ ബെറിയൽ സൈറ്റുകൾക്ക് ഒരു കോമൺ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ദ ഡെഡ് പേഴ്സൺസ് വെർ ബറീഡ് ഇൻ പോട്ട്സ്, ഡിസ്റ്റിങ്റ്റീവ് പോട്ട്സ്. അല്ലേ, അത് നമ്മൾ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ എന്ന് വിളിച്ചിരുന്നു. അതുപോലെ തന്നെ നോട്ട് ഓൺലി ദ ഡെഡ് ബോഡി, ദ തിങ്സ് വിച്ച് വെർ യൂസ്ഡ് ബൈ ദ ഡെഡ് പേഴ്സൺ or they may be think these may be used by the dead person. അല്ലേ, ഇവർക്ക് ഭാവിയിൽ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഈ ഡെഡ് ബോഡിയോടൊപ്പം ഇവർ സൂക്ഷിച്ചിരുന്നു. അപ്പോൾ ഈ ആർക്കിയോളജിക്കൽ സൈറ്റുകളിൽ കിട്ടിയിട്ടുള്ള എവിഡൻസ് അനുസരിച്ച് there were some social distances. അല്ലേ, ഇപ്പം നമ്മളും നമ്മുടേതായ രീതിയിൽ ഇപ്പം കുറച്ച് സോഷ്യലി നല്ല വെൽ നോൺ ആൾക്കാർ അല്ലെങ്കിൽ ആളുകൾ പദവി അനുസരിച്ചൊക്കെ നമ്മളും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പഴയ കാലങ്ങളിലും ഉപയോഗിച്ചിരുന്നു. So for one example, one burial site shows that ബ്രഹ്മഗിരി എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറെയുള്ള ബെറിയൽ സൈറ്റുകളിൽ ചിലപ്പോൾ കുറച്ച് സാധനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രം വൺ ബെറിയൽ സൈറ്റ്, ദാറ്റ് ഈസ് ദ ബ്രഹ്മഗിരി എന്ന് പറയുന്നതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് മോർ ഓബ്ജക്ട്സ് വെയർ ഫൗണ്ട്. അല്ലേ, അവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഗോൾഡ് ബീഡ്സ്, സ്റ്റോൺ ബീഡ്സ്, 4 കോപ്പർ ബാംഗിൾസ്. അപ്പോൾ അത് കാണിക്കുന്നത് there were a social difference where they are amongst the burial site. Children, I hope you understood what we have studied today. അല്ലേ, പഠിപ്പിച്ചത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ you should do one thing. You should read page number 39, 40. അവിടെ ബെറിയൽ സൈറ്റുകൾ ഉപയോഗിച്ചിരുന്ന എക്യുപ്മെന്റ്സിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് സീ ദാറ്റ്. ഓക്കെ, you should read the textbook. We can continue in the next class. Thank you.